മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ ജനങ്ങൾ നമുക്ക് നൽകിയത് മുസ്ലിം ലീഗിനോട് ഉള്ള അവരുടെ വിശ്വസ്തതയാണ്. ഈ വീടുകൾ നമ്മൾ ജനങ്ങൾക്ക് നൽകിയത് ജനങ്ങളോട് മുസ്ലിം ലീഗിനോടുള്ള വിശ്വസ്തതയാണ്. ഈ അന്യോന്യമുള്ള ഈ വിശ്വസ്തയാണ്. അതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയം എന്നുള്ളത് അതാണ്. അതല്ലാതെ കുറേ വോട്ടുണ്ടാക്കുക, കുറേ മത്സര്യങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതല്ല. അതിന് ജനങ്ങൾക്കും പാർട്ടിക്കും ഇടയിൽ സ്നേഹത്തിൻ്റെ, ഐക്യദാർഢ്യത്തിൻ്റെ വിശ്വാസ്യത, അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എന്നുകൂടി നമുക്കിവിടെ തെളിയിക്കുവാൻ സാധിച്ചിരിക്കും. ഇതുകൊണ്ടൊന്നും പ്രസിദ്ധിക്ക് വേണ്ടിയല്ല, പ്രശസ്തരാവുക എന്നുള്ളതല്ല, വിശ്വസ്തരാവുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. അതാണ് നമുക്കിവിടെ ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളത്. IUML പുതിയൊരു നിർവചനം കൂടി എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേരത്തെയുള്ളതാണ്. IUM എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ. അത് യൂണിറ്റിയാണ്, ഐക്യമാണ്, സമൂഹത്തിൻ്റെ ഐക്യമാണ്, രാജ്യത്തിൻ്റെ ഐക്യമാണ്. അതിനുവേണ്ടിയാണ് മുസ്ലിം ലീഗ് നിലകൊള്ളുന്നത്. മേഴ്സിയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കരുണ, അതാണ് IUM പറഞ്ഞത്. പിന്നെ ലോയൽറ്റിയാണ്. അത് ഞാൻ പറഞ്ഞതുപോലെ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ 4 അക്ഷരങ്ങളെയും സാക്ഷാത്കരിക്കുവാൻ കൂടി ഈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ഈ പദ്ധതിയിലൂടെ നമുക്ക് സാധിച്ചിരിക്കുന്നു. ഹായ് ഓൾ ഫ്രണ്ട്സ്, നമ്മൾ വയനാട് ദുരിതത്തെക്കുറിച്ച് എല്ലാവരും വളരെ ദുഃഖിതരായിരുന്നല്ലോ. ആ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ കുറേ വാഗ്ദാനങ്ങളൊക്കെ നൽകി. അവരൊക്കെ ഒറ്റപ്പെട്ട വീടുകളൊക്കെ നിർമ്മിച്ച് നൽകിയിട്ടുമുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. എങ്കിലും മുസ്ലിം ലീഗും അതേപോലെ തന്നെ ഈ വീടുകളുടെ വാഗ്ദാനം നൽകി. അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ദിനമാണ് ഇന്ന്. ഇപ്പോൾ നമ്മൾ മുൻപ് കേട്ട തങ്ങളുടെ പ്രസംഗം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഇതാണ്. പ്രശസ്തരാവുക എന്നുള്ളതല്ല, വിശ്വസ്തരാവുക എന്നതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മളൊരു വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാം നഷ്ടപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ്. അതിൽ സമ്പന്നരും ദരിദ്രരും എല്ലാ വിഭാഗം ആളുകളും ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മളെല്ലാവരും നേരിട്ട് കണ്ടുകൊണ്ടിരുന്നതാണല്ലോ. അപ്പോൾ ഈ സമയത്ത് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് എല്ലാവരുടെയും കടമയായിരുന്നു. എല്ലാവരും അവിടെ എത്തപ്പെട്ടു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ രാഷ്ട്രീയക്കാരും സംഘടനകളും എല്ലാവരും അവിടെ എത്തപ്പെട്ടു, എല്ലാവരും വാഗ്ദാനങ്ങൾ നൽകി. എങ്കിലും മുസ്ലിം ലീഗ് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും അവർ അതിൻ്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ച് അത് സമ്പന്നമാക്കിയിരിക്കുകയാണ്. എത്രയും നല്ല ഒരു വാക്ക്, അത് സമ്പന്നമാക്കിയിരിക്കുകയാണ്. കാരണം അത് ദുരിതബാധിതർക്ക് അവരുടെ വീട്, അതിനുള്ള ഫർണിച്ചർ, 1 മാസത്തേക്കുള്ള ഭക്ഷണക്രമം ഒക്കെ അടക്കം വിപുലമായ ഒരു പദ്ധതിയാണത്. അത് അവർ കൈമാറിയിരിക്കുകയാണ്. അത് വലിയൊരു അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ വളരെ കാര്യപ്രശസ്തമായ ഒരു വാക്കവിടെ ഉപയോഗിച്ച് പ്രശസ്തരാവുക എന്നുള്ളതല്ല, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, പ്രശസ്തരാവുക എന്നുള്ളതല്ല, വിശ്വസ്തരാവുക എന്നതാണ്. കാരണം ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം അത് പാലിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഏതായാലും ഈ പ്രവൃത്തി മറ്റുള്ള സംഘടനകളും ഇപ്പോൾ നമ്മളെല്ലാവരും അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടുവാനുള്ള ഒരു കഴിവ്, അതിനുള്ള സാമ്പത്തിക സ്രോതസ്സും ഒക്കെ എത്തപ്പെടേണ്ടതുണ്ട്. അത് എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം അത് തന്നെ നിർവഹിച്ചു കഴിഞ്ഞാൽ ഈ ദുരിത ബാധിതർക്ക് അത് വലിയൊരു അനുഗ്രഹമാവും. അതിന് ഏറ്റവും വലിയ വഴികാട്ടിയാണ് ഇന്ന് മുസ്ലിം ലീഗ് അതിൻ്റെ കൈമാറിയ വീടുകൾ, അതിൻ്റെ വീടിൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങളും അതോടുമായി ബന്ധപ്പെട്ട ഫർണിച്ചറുകളും ഭക്ഷണ കിറ്റും ഒക്കെ വിപുലമായ ഒരു പരിപാടിയും സംഘടിപ്പിച്ച് തീർച്ചയായും ആ പരിപാടി അതിന് അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ്. ഇത്തരം ഒക്കെ ഒരുക്കാമെങ്കിൽ നല്ലൊരു പരിപാടിയും സംഘടിപ്പിക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം അതറിയുന്നതിന്, അത് കേരളത്തിലെ മറ്റുള്ള ജനങ്ങൾക്ക് കൂടി അറിയുന്നതിന് അത് നല്ല ഒരു പരിപാടി തന്നെയായിരുന്നു. എന്തായാലും തങ്ങളുടെ വളരെ വിശദമായ ഒരു കുറഞ്ഞ വാക്കുകളിലൂടെ അത് പറയുകയും ചെയ്തു. പ്രശസ്തരാവുക എന്നുള്ളതല്ല, വിശ്വസ്തരാവുക എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഇതേതായാലും ഈ വീടുകൾ കൈമാറിയത് വളരെ അഭിനന്ദനാർഹം തന്നെയാണ്. അത് ഫുള്ളായിട്ട് അതിൻ്റെ പണികളൊക്കെ കഴിച്ച്
ഇനി ചെറിയ വീടൊന്നുമല്ല, 3 ബെഡ്റൂമോട് കൂടിയുള്ള വീടാണ്. ഇനി മേലക്ക് ഏതെങ്കിലും കാരണവശാല അവർക്ക് സൗകര്യങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫൗണ്ടേഷനും സൗകര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി വീട് തന്നെയാണ് കൈമാറിയിരിക്കുന്നത്. ഏതായാലും എല്ലാ വിധ സൗകര്യങ്ങളോടും കൂടി ഓരോരുത്തരെ മതാചാരങ്ങളൊക്കെ അനുഷ്ഠിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ അതിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് അവിടെ മൗലൂദും ഗണപതി ഹോമവും ഒക്കെ ഓരോ വീടുകളിലും നടന്നു. അതൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ഈ വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. ഏതായാലും വളരെ അഭിനന്ദനാർഹം തന്നെയാണ് നമ്മുടെ ഈ മുസ്ലിം ലീഗ് ചെയ്ത ഈ പരിപാടി. അത് തങ്ങളുടെ വാക്കുകളൊന്നുകൂടി ആവർത്തിക്കുകയാണ്. പ്രശസ്തരാവുക എന്നുള്ളതല്ല, വിശ്വസ്തരാവുക എന്നതാണ്. അത് തന്നെയാണ് ഇവിടെ നടപ്പായിരിക്കുന്നത്. ഏതായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും. നമ്മൾ എല്ലാ കാര്യത്തിനും ചെറുതിനും വലുതിനും ഒക്കെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ കേരളത്തിൽ ഇത്രയും നല്ല ഒരു സംഭവം ഉണ്ടായിട്ട് അതിനെപ്പറ്റി നമ്മൾ വിശദീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് വിശദമായി തന്നെ നമ്മൾ പരാമർശിച്ചത്. ഏതായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും. നമ്മുടെ ദുരിതത്തിൽപ്പെട്ട അവർക്ക് ഒരു സന്തോഷത്തിൻ്റെ ഇളകൾ ഉണ്ടാവട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇതിൻ്റെ അവസാന ഭാഗത്ത് വീഡിയോ കൂടി ചേർക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. പുലർച്ചയ്ക്ക് ഗണപതി ഹോമം നമ്മളതായിട്ടുള്ള ചടങ്ങും കാര്യങ്ങളായിരുന്നു. 6 മണി ടു 7 മണി വരെ നമ്മൾ ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞു. ഇനി വൈകുന്നേരം നമുക്ക് 4 മണിക്ക് 51 കുടുംബം കൂടി കൂടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ വീട്ടിൽ, ഈ ഗ്രാമത്തിന് സമാധാനം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവണം. ഇങ്ങനെ ഒരു വീട് കെട്ടിയതിനും ഇവിടെ വന്നിട്ട് താമസമാക്കിയതിലാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ളത്. ജീവിതത്തിൽ ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് കെട്ടി താമസിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് ഈ വീട് തന്നെയാണല്ലോ ജീവിതാവസാനം വരെ ഉണ്ടാവേണ്ടത്.